ഹലോ ഗായ്സ്, എല്ലാവർക്കും കുനറക്സിൻ്റെ പുതിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നൊരു സാഡായിട്ടുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ മാസം, അതായത് നവംബർ അല്ല ഒക്ടോബർ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടിയോ എന്തോ കയറി മുയലിനെ മൊത്തം കൊന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു ഷോക്കിൽ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ മൊത്തം അറിഞ്ഞില്ല. ഞാൻ സ്കൂളിൽ രാവിലെ പോകുമ്പോഴും അറിഞ്ഞില്ല, തിരിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത്. രാത്രി ഭയങ്കര പട്ടിവഴിയാന്നൊക്കെ പറഞ്ഞായിരുന്നു. പട്ടി തന്നെ ആണോ എന്നും അറിയത്തില്ല. നോക്കിയപ്പോൾ ഒരു കൂട് തുറന്നു കിടക്കുവാണ്. പിന്നെ ഞാൻ കെട്ടിവെച്ചിരുന്നൊരു ചെറിയ കൂടുണ്ടായിരുന്നു, അത് വലിച്ചരച്ചുകൊണ്ട് അവിടെ ഒരു വാഴയുടെ അവിടെ കൊണ്ട് വെച്ചു. എന്നിട്ട് അതിനകത്തു നിന്നാണ് എടുത്തത്. 4 മുയലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച 2 കുഞ്ഞു മുയലും അതിപ്പോൾ വലുതായി. പിന്നെ ആ അച്ഛനും അമ്മയും മുയലും. അപ്പോഴാണെങ്കിൽ ഈ 2 മുയലിനെ കൊണ്ടുപോയി, അതായത് അച്ഛൻ മുയലിനെയും പിന്നെ ഒരു കുഞ്ഞു മുയലിനെയും. ബാക്കി 2 എണ്ണത്തിന് നമുക്ക് കിട്ടി. ഒരെണ്ണം കൂട് പോലും തുറന്നിട്ടില്ല, കൂട് പോലും തുറക്കാതെ കൂടിനകത്തിരിക്കുമായിരുന്നു. അതെങ്ങനെ കൊന്നെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ കോഴിയുടെയൊക്കെ ഇത് എടുക്കുന്ന പോലെ, അതായത് തൊല്ലി എടുത്ത് കളയുന്ന പോലെ അവിടെ വെക്കുമായിരുന്നു. അതായത് നമ്മൾ ഇപ്പോൾ കറി ഉണ്ടാക്കാൻ വാങ്ങിക്കത്തില്ലേ, അതുപോലെയൊക്കെ. പിന്നെ ഒരു കുഞ്ഞ് അവിടെ കുറച്ച് ദൂരത്തിൽ കിടക്കുമായിരുന്നു. അതിൻ്റെ ദേഹത്ത് രോമമൊന്നുമില്ല. പിന്നെ ഇവിടെ നല്ലപോലെ കടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കൂട് കാണിക്കും. ഇതിനകത്തുനിന്ന് എങ്ങനെ എടുത്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പട്ടിയുടെ കൈ പോലും കയറാനുള്ള ഗ്യാപ്പില്ല അതിനകത്ത്. നമ്മൾ അരയിഞ്ചിൻ്റെ നെറ്റാണ് അത്, കമ്പിയുടെ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയൊരു കൂടായിരുന്നു. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ കൂട്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ തുറന്ന് കിടക്കുമായിരുന്നു. ഇതിനകത്ത് മൊത്തം പൂടയാണ്. ഇവിടെയൊക്കെ കിടക്കുമായിരുന്നു, ഇവിടെയൊക്കെ പൂട കിടക്കുമായിരുന്നു. നമുക്ക് ഒരെണ്ണത്തിനെ കിട്ടിയ അവിടെയാണ്, അവിടെ കിടക്കുമായിരുന്നു ഒരെണ്ണം. പിന്നെ ഈ ഒരു കൂട്, ഇത് 2 കൂടായിട്ടാണ്. അപ്പോൾ ഈ കൂടിനകത്തെന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ തുറന്നിട്ടേക്കുക, കഴുകാൻ വേണ്ടി തുറന്നിട്ടായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ അടഞ്ഞു കിടന്ന് അവിടെ കിടക്കുമായിരുന്നു. അതെങ്ങനെ അത് പിടിച്ചോണ്ട് പോയെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ പിന്നെ ആ ചെറിയ കൂടോടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് ചെറിയ കൂടിൻ്റെ അവസ്ഥ. ഇതിനകത്തായിരുന്നു നമ്മൾ ആൺമുയലിനെ ഇട്ടത്. നല്ല അത്യാവശ്യം കട്ടിയുള്ള ഒരിതായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പൂടയൊക്കെ ഇപ്പഴും കിടപ്പുണ്ട്. ഇതുവരെ ഇങ്ങനെ കടിച്ച് പറിച്ചെടുത്തിട്ടാണ് എടുത്തത്. ഇത് ശരിക്കും ഞാനിവിടെ കെട്ടിയിട്ടേ, അതുകൊണ്ട് അതിൻ്റെ ഈ വള്ളിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും. അതുകൊണ്ട് അതിൻ്റെ ഇതൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇതിനകത്തുനിന്ന് എങ്ങനെ എടുത്തെന്ന് നമുക്ക് അറിയത്തില്ല. എങ്ങനെ എടുത്തെന്ന് ഒരു പിടിയില്ല. കാരണം അത്രയ്ക്ക് ഇതായിട്ട് വെച്ചേക്കുമായിരുന്നു. ആ കൂടൊക്കെ തുറക്കാതെ എങ്ങനെ എടുത്തെന്ന് അറിയത്തില്ല. ചിലവർ പറയുന്നത് മരപ്പട്ടിയാണെന്ന്, അറിയത്തില്ല. മിക്കവാറും പട്ടിയായിരിക്കും. നമ്മുടെ ഇവിടെ ബ്ലൂലി ഉണ്ടെങ്കിൽ തന്നെ, അതായത് എൻ്റെ ഡോഗ് ഉണ്ടെങ്കിൽ തന്നെ അവൾക്ക് കുഴയ്ക്കാനല്ലേ പറ്റത്തുള്ളൂ. വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. വലിയ പട്ടികളാണെങ്കിൽ അവളെ കടിക്കും. തെരുവട്ടികളാണെങ്കിൽ നമ്മൾ കൂടിനകത്ത് തന്നെ വൈകിട്ട് ഇടുക. അപ്പോൾ ഇതെങ്ങനെ മരിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. എന്തായാലും ഇത് നമ്മൾ ഒന്ന് ഷെയർ ചെയ്തതാണ്. നമ്മുടെ മുയലുകളെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടി ഈ വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയതായിട്ട് നമ്മുടെ ബാക്കിയുള്ള വ്ളോഗുകളെല്ലാം നമുക്ക് ഇടാം ഒന്നുകൂടെ ആദ്യം തൊട്ട്. അപ്പോൾ ബൈ.